ഏറ്റവും വൃത്തികെട്ട ഈ തള്ളയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. പ്രായമായ ഒരു സ്ത്രീ, ഒരു വയോധിക എന്നൊക്കെ പറയാം. പക്ഷേ മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഒരു കേരള മോഡൽ എന്നൊക്കെ വിളിക്കാം. അത്രയും മേക്കപ്പാണ്. വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കീറിപ്പോയിട്ടുണ്ട്, ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇവർ ആരോപിക്കുന്ന ഒരു സങ്കടം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഹലോ, ഞാനിപ്പം ലുലുമാളിലാണുള്ളത്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ രണ്ട് കുട്ടികൾ, തൊപ്പി വെച്ച പിള്ളേർ, മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം, ആ മുസ്ലിം വേഷത്തെ രണ്ട് കുട്ടികൾ എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ് സംബന്ധിച്ചത്. അമ്മച്ചി, നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്. ആ കുട്ടികൾ ബിരിയാണി കഴിക്കും. കാരണം മുസ്ലിം വിശ്വാസികൾ അധികം ബിരിയാണി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ട് ആ കുട്ടികൾ അറിയാതെ ബിരിയാണി കഴിച്ചുകൊണ്ട് ആ ബിരിയാണിത്തെ ഇറച്ചിന്റെ പീസ് അവിടെ പല്ലിൽ കുടുങ്ങി. അത് എടുക്കാൻ വേണ്ടി അവർ വായ തുറന്നിട്ട് നാവ് കൊണ്ട് തോണ്ടിയതാ. കഷ്ടകാലത്തിന് നിങ്ങളുടെ മുഖത്തിലേക്ക് നോക്കി. തെറ്റിദ്ധരിക്കുന്നത് അമ്മച്ചി, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്നൊരു വയസ്സായ തള്ള പറഞ്ഞിട്ട് മുഖൊക്കെ മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യില് പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ പിടിപ്പിക്കാൻ പൈസ ലുലുമാളില്. ഇതെന്താത്? ഞങ്ങൾ ഓടിച്ചെന്നു. ഈ തള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോ തള്ളെ കാണാനില്ല. കാരണം പറഞ്ഞിട്ട് കുറെ എണ്ണം അവിടെ ഉണ്ട്. ഏത് കൂതാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. ഓരോ വേഷം കൊണ്ട് നടക്കണേ. അമ്മച്ചി, ഇതൊക്കെ വലിയ തെറ്റാണോ? ഒരു കുഞ്ഞിന്റെ കയ്യിൽ പൈസ കൊടുത്തത് കൊണ്ട് ഇതിൽ എവിടെയാണ് തെറ്റ്? ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ സക്കാത്ത് പറഞ്ഞൊരു കാശ് കൊടുക്കും, അതായത് ദാനം കൊടുക്കും. പാവപ്പെട്ട ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം കാശെടുത്ത് കൊടുക്കുന്നത് പതിവാണ്. ചിലപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ നിസ്സഹായത തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ പർദ്ദ ധരിച്ച ആ മുസ്ലിം സ്ത്രീ അവർക്ക് ആ കാശ് കൊടുത്തത്. അതിലെന്ത് തെറ്റ്? നിങ്ങൾ കൊടുക്കില്ല, കൊടുക്കുന്നവരെ മുടക്കാനാണ് നോക്കുന്നത്. ഇതെല്ലാം വളരെ മോശമാണ് അമ്മച്ചി, വളരെ മോശമാണ്. നിങ്ങൾ കൊടുത്തു പഠിക്കൂ. അങ്ങനെ വേറെ വല്ല ചിന്താഗതിയും ആ മുസ്ലിം സ്ത്രീക്ക് ഉണ്ടെങ്കിൽ, ആ പർദ്ദധാരിയ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ, അവർ ആ കുട്ടിനെ തൂക്കിയിട്ട് പോകണ്ടേ? നിങ്ങൾ ആളെ വിളിച്ചു കൂട്ടി വരുമ്പോഴേക്കും അവർ ആ കുട്ടിനെ തൂക്കിയിട്ട് പോകില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഇത്രയും വിഡ്ഢിയാണോ നിങ്ങൾ? പ്രായമൊക്കെ ഒരുപാട് ആയില്ലേ? വൈദ്യുതി ശ്മശാനമൊക്കെ ഒന്ന് കാണണ്ടേ? അതുകൊണ്ട് മനസ്സിലെ പകയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യരിലും നന്മ കാണുവാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാ മനുഷ്യരും സഹജീവികളാണ് എന്നുള്ള ബോധം മനസ്സിൽ എപ്പോഴും വയ്ക്കുക. അവരോട് കരുണയും സഹതാപവും മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സുഖകരമായ മരണം തിരഞ്ഞു വരും. ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും കാണിച്ചു നടക്കുന്ന ഈ വൃത്തികെട്ട കിഴവയ്ക്ക് ശരീരം മറച്ചുകൊണ്ട് മാനമായി നടക്കുന്ന പർദ്ദധാരികളായ ഇസ്ലാം സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ കടുത്ത ഭ്രാന്ത് തോന്നുന്ന ഈ തള്ളയെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഭ്രാന്താശുപത്രിയിൽ അടച്ചില്ലെങ്കിൽ നാളെ ഇവർ നിങ്ങളുടെ തലയിൽ കല്ലിടും എന്ന് നിങ്ങൾ ഓർക്കുക.